ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 23-ാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിലൂടെ പ്രഥമസ്കന്ധം അവസാനിക്കുകയാണ്. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം എന്ന് പറയുന്നത് ശൗനകാദി മഹർഷികൾ സൂതപൗരാണികനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുതൽ പരീക്ഷത്തിൻ്റെ ശാപം വരെയാണ്. കഴിഞ്ഞ ദിവസം നാം പരീക്ഷത്തിന് ശമീക മഹർഷിയുടെ മകനായ ശൃംഗി ശാപം കൊടുക്കുന്നത് വരെയാണ് നമ്മൾ വിവരിച്ചത്. ഇന്ന് പരീക്ഷത്തിൻ്റെ പ്രായോപവേശം എന്ന ഭാഗം നമുക്ക് നോക്കാം. അങ്ങനെ ശാപം കിട്ടിയതറിയാതെ നായാട്ടൊക്കെ കഴിഞ്ഞ് ശമീക മഹർഷിയുടെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെയൊക്കെ വില്ലിൻ്റെ അറ്റം കൊണ്ടെടുത്തിട്ടതിന് ശേഷം ദാഹജലം കിട്ടാതെ കോപിച്ച് പരീക്ഷിത്ത് തിരികെ പോവുകയാണ് ചെയ്തത്. തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരികെ പോകുന്നു. മഹർഷി യഥാർത്ഥത്തിൽ സമാധിയിലാണോ അതോ തന്നെ അവഗണിക്കാൻ വേണ്ടി സമാധി രൂപത്തിൽ ഭാവിക്കുകയാണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു പരീക്ഷിത്ത് അടുത്ത് കണ്ട ഒരു പാമ്പിൻ്റെ ശരീരമെടുത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടത്. എന്നാൽ അത് തിരിച്ചെടുത്ത് കളയാൻ മെനക്കെട്ടില്ല. അതാണ് ആ ശാപകാരണം. അപ്പോൾ തൻ്റെ 14 വയസ്സുള്ള കുട്ടിയായ മകൻ ശൃംഗി എന്ന് പറയുന്ന കുട്ടി, ശമീകൻ്റെ മകൻ, കടന്നു വന്ന് അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പിനെ കണ്ടുകൊണ്ട് സമാധിയിലിരിക്കുന്ന അച്ഛൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ ചത്ത പാമ്പിനെ കണ്ട് ഒരുപാട് വിഷമിച്ച് കരഞ്ഞു. അപ്പോഴാണ് മഹർഷി സമാധിയിൽ നിന്നുണരുന്ന മകൻ്റെ കരച്ചിൽ കേട്ട്. അതിനു മുമ്പ് തന്നെ ഗംഗയിൽ പോയി സ്നാനം ചെയ്തതിന് ശേഷം കുട്ടി ഇന്നേക്ക് 7-ാം ദിവസം ഇത് ചെയ്ത ആളിനെ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന ശാപവും കൊടുത്തിരുന്നു. ഇത് മഹർഷി അറിഞ്ഞുകൊണ്ട് മകനെ ഒരുപാട് ശകാരിക്കുകയും ഉപദേശിക്കുകയും വിഷമിക്കുകയൊക്കെയാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. ആ ഭാഗം എല്ലാവരും കേൾക്കേണ്ട ഭാഗമാണ്. നമ്മൾ ഭാഗവതം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴും പരീക്ഷത്തിന് ശാപം കിട്ടിയതും പരീക്ഷത്തിൻ്റെ അന്നേരത്തെ ആ മാനസിക അവസ്ഥ, ചത്ത പാമ്പിനെ എന്തിന് പരീക്ഷിത്ത് ഇത്രയും ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട പാണ്ഡവ വംശത്തിൻ്റെ പരമ്പരയായ എത്രയോ അശ്വമേധയാഗങ്ങളുടെ പുണ്യം നേടിയ എല്ലാ സദ്ഗുണങ്ങളുടെയും വിളതലമായ പരീക്ഷിത്ത് എന്തിനീ അധർമ്മമായ അല്ലെ തിന്മയായ ആ പ്രവൃത്തി, വിവേകമില്ലാത്ത ആ പ്രവൃത്തി എന്തിനു ചെയ്തു എന്ന് നമുക്ക് സംശയം തോന്നും. എല്ലായ്പ്പോഴും അതിൻ്റെ ദൂരീകരണമായിരുന്നു, ആ സംശയ നിവൃത്തിയായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് ആ ഭാഗം എല്ലാവരും കേൾക്കണം. അപ്പോൾ അങ്ങനെ നായാട്ട് കഴിഞ്ഞ് അരമനയിൽ തിരിച്ചെത്തിയ പരീക്ഷിത്ത് മഹാരാജാവ് പശ്ചാത്താപ വിവശനായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അന്നേരത്തെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു അവസ്ഥ കൊണ്ട് നാം നമ്മുടെ ധർമ്മവും അല്ലെങ്കിൽ നമ്മുടെ വിവേകമൊക്കെ കൈവിട്ടിട്ട് നാം എന്തെങ്കിലും നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുമ്പോൾ നാം എന്തെങ്കിലും അനിഷ്ടങ്ങളൊക്കെ ചെയ്തു പോകും. അദ്ദേഹം പരീക്ഷിത്ത് വിചാരിക്കുകയാണ്, ഞാൻ വെറും നീചനെ പോലെയാണല്ലോ പ്രവർത്തിച്ചത്. യാതൊരു തെറ്റും ചെയ്യാത്തവനും ഉള്ളിലടക്കിയ തേജസ്സോടു കൂടിയവനുമായ ആ മുനിവര്യനോട് ഞാൻ ചെയ്ത പ്രവൃത്തി വളരെ മോശമായിപ്പോയി, താണതരത്തിലുള്ളതായിപ്പോയി. മനസ്സ് ഈശ്വരനിൽ ഉറപ്പിച്ച് സമാധിയിൽ മുഴുകിയ മഹർഷിയോട് ചെയ്ത മഹാ അപരാധം ഭഗവാനോട് ചെയ്യുന്ന അപരാധമായിട്ട് തന്നെ അതിന് തുല്യമാണ്. കാരണം ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന മഹർഷിയുടെ ശരീരത്താണ് താൻ ആ ഒരു മ്ലേച്ഛ പ്രവൃത്തി ചെയ്തത്. ഈ പാപത്തിന് തക്ക ശിക്ഷ എനിക്ക് എത്രയും വേഗം കിട്ടുമാറാകണമേ ഭഗവാനെ എന്ന് പരീക്ഷിത്ത് തന്നെ പശ്ചാത്താപത്തോടുകൂടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്.
ആ ശിക്ഷ കിട്ടിയാൽ മാത്രമേ എൻ്റെ പാപം നശിക്കുകയുള്ളൂ. ഭാവിയിൽ ഇങ്ങനെയുള്ള അധർമ്മം ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നുകയുള്ളൂ. ബ്രാഹ്മണ കോപം ഇന്ന് തന്നെ വളരെ വലിയൊരു അഗ്നിയായി മാറി എന്നെയും എൻ്റെ രാജ്യവും എൻ്റെ ഭണ്ഡാരവും സൈന്യങ്ങളും സമ്പത്തും ഇവയെല്ലാം ദഹിപ്പിക്കുമാറാകട്ടെ. ഇതെല്ലാം നശിച്ചു പൊയ്ക്കോട്ടെ ആ ബ്രാഹ്മണന്റെ ശാപം കൊണ്ട്. എങ്കിലല്ലേ ഭാവി ജന്മങ്ങളിലെങ്കിലും എനിക്ക് ബ്രാഹ്മണരെയും ദേവന്മാരെയും പശുക്കളെയും ദ്രോഹിക്കാതിരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ താൻ ചെയ്ത മഹാ അപരാധത്തെക്കുറിച്ച് ഓർത്ത് സ്വയം നേറി താൻ തന്നെ അതിനുള്ള ഏറ്റവും വലിയ ശിക്ഷ, തൻ്റെ രാജ്യവും സൈന്യവും സമ്പത്തും പദവിയും തൻ്റെ ജീവനും എല്ലാം ബ്രാഹ്മണ ശാപത്തിൽ നഷ്ടപ്പെട്ടു പോകട്ടെ. എന്ത് ശിക്ഷയാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇതിന് കിട്ടേണ്ടത്? ആ കിട്ടേണ്ട ശിക്ഷ എനിക്ക് കിട്ടിയിരിക്കണം. എന്നാലേ ഇനിയും വരുന്ന ജന്മങ്ങളിലെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതെ ശരിയായ ജീവിതധർമ്മത്തോടുകൂടി മുന്നോട്ട് പോവുകയുള്ളൂ. ഇതോടുകൂടി ആ ശാപങ്ങളെല്ലാം എൻ്റെ തലയിൽ പേറട്ടെ. എന്ത് പാപവും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്നുള്ള മാനസികാവസ്ഥയിൽ വിഷാദിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ശമീക മഹർഷിയുടെ ശിഷ്യനായ ഗൗരമുഖൻ എന്ന ആ ഒരു ശിഷ്യൻ അരമനയിലേക്ക് വരികയാണ് പരീക്ഷിത്തിനെ കാണുവാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശമീക മുനിയുടെ കഴുത്തിലാണ് അങ്ങ് ചത്ത പാമ്പിനെ ഇട്ടത്. മഹർഷി അത് ക്ഷമിച്ചു. പക്ഷേ അദ്ദേഹം അറിയാതെ മുനികുമാരനായ ശൃംഗി അങ്ങയെ ശപിച്ചിരിക്കുന്നു. ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകന്റെ കടിയേറ്റ് അങ്ങ് മരിക്കുമെന്നാണ് ശാപം. ഇങ്ങനെ രാജാവിനോട് ഗൗരമുഖൻ പറഞ്ഞതിന് ശേഷം ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. ഉടനെ ശാപം കിട്ടിയെന്നറിഞ്ഞ പരീക്ഷിത്ത് സന്തോഷിക്കുകയാണ് ചെയ്തത്. ചെയ്തുപോയ തെറ്റിനുള്ള ശിക്ഷ എത്രയും വേഗം കിട്ടിയല്ലോ എന്ന വിചാരമാണ് ആ സന്തോഷത്തിന് കാരണം. മാത്രമല്ല, ഇന്നേക്ക് 7 ദിവസം തക്ഷകനിലൂടെ 7-ാം ദിവസം തക്ഷകനിലൂടെ സംഭവിക്കാൻ പോകുന്ന ആ മരണവിവരം അറിയുമ്പോൾ തന്നെ അത് ജീവിതത്തിൽ നിന്നുള്ള വൈരാഗ്യത്തിന് കാരണമാകും. അതിലും പരീക്ഷിത്ത് സന്തോഷിച്ചു. സാധാരണഗതിയിൽ നമ്മൾ ഭാഗവതം പഠിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? തക്ഷകന്റെ കടി ഏൽക്കാതിരിക്കുവാൻ ഗംഗാനദിയുടെ ഒത്തമധ്യത്തിൽ പോയി 7 നില മാളിക സ്ഥാപിച്ചു. അതിൻ്റെ ഏറ്റവും മുകളിൽ മരണഭയത്തോട് ഓടിയൊളിക്കുന്ന, അവിടെ ഏറ്റവും മുകളിൽ പോയി മരണത്തെ വെല്ലുവിളിക്കുകയോ അല്ലെ മരണം വരാതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന പരീക്ഷത്തിനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ എത്രയും വേഗം ഈ 7 ദിവസം എനിക്കുണ്ടല്ലോ ഇനിയും അതിനുള്ളിൽ ഞാൻ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെല്ലാം സാധിച്ച് കഴിഞ്ഞ ഒരു മനുഷ്യനായി മാറി. അതിനുശേഷം ഞാൻ ഈ വൈരാഗ്യം സംഭവിക്കാൻ, ജീവിതത്തോടുള്ള, ധനത്തോടുള്ള, സ്ഥാനമാനങ്ങളോടുള്ള, ഭാര്യയോടും മക്കളോടും എല്ലാവരോടുമുള്ള ആ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതിനോടെല്ലാമുള്ള ഭൗതികമായ വൈരാഗ്യത്തിന് കാരണമാകുമല്ലോ ഇത്രയും ദിവസം കൊണ്ട് തന്നെ. അങ്ങനെ എനിക്ക് പരമമായ മോക്ഷപദത്തിലെത്താൻ ഒരു അവസരം കൂടിയാണല്ലോ ഈ 7 ദിവസം. സാധാരണഗതിയിൽ വാനപ്രസ്ഥാശ്രമം കഴിഞ്ഞ് സന്യാസം കഴിയുമ്പോഴാണ് മുമുക്ഷുക്കളാകുവാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടാകുന്നത്. രാജധർമ്മമൊക്കെ അനുസരിച്ച് രാജാക്കന്മാർ അതുവരെയും രാജ്യഭരണം നന്നായി നടത്തി വാനപ്രസ്ഥാശ്രമത്തിലേക്കും സന്യാസത്തിലേക്കും ഒക്കെ പ്രവേശിക്കണം. ഭഗവാന്റെ യഥാർത്ഥ അനുഭവമുണ്ടാകാൻ. എന്നാൽ ഇതിത്രയും ചെറുപ്പത്തിൽ തന്നെ 30-ാം വയസ്സിലാണ് രാജ്യഭാരം ലഭിക്കുന്നത് യുധിഷ്ഠിരിൽ നിന്ന്. പിന്നീട് 30 വർഷക്കാലമാണ് പരീക്ഷിത്ത് ഭരിക്കുന്നത്. അത്രയും കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ വളരെ വേഗം തന്നെ തനിക്ക് തൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ആ മുക്തി ലഭിക്കുവാൻ ഒരു കാരണമായല്ലോ ഈ മഹർഷിയുടെ മകൻ്റെ ശാപവും അതിലൂടെ കിട്ടിയ ആ 7 ദിവസത്തെ അത്രയും ഒരു സമയ ദൈർഘ്യവും കിട്ടിയല്ലോ എന്നതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. രാജ്യമോ രാജകീയ സുഖങ്ങളോ സ്വർഗാദി ലോകങ്ങളോ
ഇവയൊന്നുമല്ല, ഈശ്വരപ്രാപ്തിയാണ് തൻ്റെ പരമലക്ഷ്യമെന്ന് അദ്ദേഹം മുൻകൂട്ടി വിചാരിച്ചു. അത് അദ്ദേഹത്തിന് ബോധ്യം വന്ന കാര്യവുമായിരുന്നു. അതിന് തടസ്സമാണ്, അതായത് ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാണ് രാജ്യത്തിലും സ്വർഗാദി ലോകങ്ങളിലുമുള്ള ആഗ്രഹമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഏറ്റവും പുണ്യം ചെയ്ത് സത്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം വരെയും പോകാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. വീണ്ടും പുണ്യത്തിൻ്റെ ആ ഒരു സമ്പത്ത് നശിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വന്ന് ഭൂമിയിൽ ആ നമ്മുടെ പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ ഭൂമിയിലേക്ക് തന്നെ വന്ന് പിറവിയെടുക്കേണ്ടി വരും. എന്നാൽ അതിലും വലുതാണ്, അതിലും മേലെയാണ് പരമമായ ഈശ്വരപ്രാപ്തി എന്ന് അദ്ദേഹം മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാണ് ശരീരാഭിമാനം. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം ശരീരാഭിമാനം വളരുകയേ ഉള്ളൂ. കർമ്മം അവസാനിക്കുവാൻ എത്രയും വേഗം എനിക്കൊരവസരം കിട്ടിയല്ലോ എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഈ ലോകത്തിലും സ്വർഗം പോലെയുള്ള മറ്റു ലോകങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ലൗകികവും വൈദികവുമായ കർമ്മങ്ങൾക്ക് ഹേതുവായിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങളും അതിനുശേഷം സ്വർഗാദി ലോകങ്ങളും ഒക്കെ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ വൈദിക കർമ്മങ്ങളും അങ്ങനെയൊക്കെയുള്ള വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളും തപസ്സും ഒക്കെ അനുഷ്ഠിക്കുന്നത്, കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെയുള്ള വിചാരം ചെയ്ത് അദ്ദേഹം ലൗകികങ്ങളും വൈദികങ്ങളുമായ രണ്ടുവിധ കർമ്മങ്ങളും ഉപേക്ഷിച്ചു. സർവസംഗ പരിത്യാഗം ചെയ്ത് ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളെ സർവാത്മന ആശ്രയിക്കുവാൻ നിശ്ചയിച്ചു. ഗംഗാതീരത്തിൽ ചെന്ന് പ്രായോപവേശം ചെയ്തു. ഭഗവാന്റെ പാദതീർത്ഥമാണ് ഗംഗാനദി. ഭക്തന്മാർ പൂജിക്കുന്ന തുളസിപ്പൂക്കളും ഭഗവാന്റെ പാദരേണുകളും ചേർന്നൊഴുകി വരുന്ന ഗംഗാനദി ഈ ലോകത്തെയും സ്വർഗലോകത്തെയും പവിത്രമാക്കി തീർക്കുന്നതാണ്. മരണമടുത്ത ഏതൊരു വിവേകിയും ഗംഗയെ ആശ്രയിക്കാതിരിക്കുമോ? ഇങ്ങനെ നിശ്ചയിച്ച പാണ്ഡവ പൗത്രനായ പരീക്ഷിത്ത് ഗംഗാതീരത്തിലെത്തി. മറ്റു സകല ചിന്തകളും അകറ്റി മുനിവ്രതത്തെ അവലംബിച്ച് ഭഗവത് പാതാരവിന്ദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പ്രായോപവേശം ചെയ്തു. നിരാഹാര വ്രതത്തോടെ ശരീരത്യാഗം ചെയ്യുന്നതാണ് പ്രായോപവേശം. അവിടെ ആ 7 ദിവസം കൊണ്ട് ഏറ്റവും വേഗം വൈരാഗ്യം സംഭവിച്ച് മുക്തിപദം പ്രാപിക്കുവാൻ എന്താണ് ഏറ്റവും വേണ്ട കാര്യം, എളുപ്പം ലഭിക്കുന്ന കാര്യം, അത് അങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് സൂത പൗരാണികനും അവിടെ ഉൾപ്പെട്ടിരുന്നു. ശുക ബ്രഹ്മർഷിയിൽ നിന്നാണ് പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം 7 ദിവസം കൊണ്ട് കേൾക്കുകയും അതിന് തത്വമറിയുകയും അങ്ങനെ ജീവിത വൈരാഗ്യം വരികയും വിഷ്ണുപദപ്രാപ്തിയിൽ എത്തുകയും ചെയ്തത്. അപ്പോൾ ആ പരീക്ഷത്തിന് ആ ഗംഗാതീരത്ത് വെച്ച് അവിടെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ മകനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ച് അദ്ദേഹം തൻ്റെ ശരീരം ഉപേക്ഷിച്ച് പോകുവാൻ തയ്യാറായി വരുന്ന ആ ഒരു ഘട്ടത്തിൽ അവിടെ സന്നിഹിതനായിരുന്ന ആ വ്യാസഭഗവാന്റെ മകനായ ശുക ബ്രഹ്മർഷിയുടെ ആ സന്നിധിയിൽ, പരീക്ഷിത്തുൾപ്പെടുന്ന സന്നിധിയിൽ സൂത പൗരാണികനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഭാഗവതം കേൾക്കുന്നതും പിന്നീട് കലിദോഷ നിവാരണത്തിന് വേണ്ടി അത് ശൗനകാദി മഹർഷികൾക്ക് നൈമിഷാരണ്യത്തിൽ വെച്ച് അത് പറഞ്ഞു കൊടുക്കുന്നതും. അതാണ് നമ്മൾ ഭാഗവതം ഈ പഠിക്കുന്നത്. പരമഭക്തനായ പരീക്ഷത്തിന്റെ പ്രായോപവേശം അറിഞ്ഞ മഹാനുഭാവന്മാരായ അനേകം മഹർഷിമാർ ശിഷ്യന്മാരോടൊന്നിച്ച് ഗംഗാതീരത്തേക്ക് വന്നു. തീർത്ഥയാത്രയ്ക്ക് എന്ന ഭാവത്തിൽ തീർത്ഥങ്ങളെ ശുദ്ധീകരിക്കാനാണല്ലോ സജ്ജനങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നത്. അത്രി, വസിഷ്ഠൻ, ച്യവനൻ, ശരദ്വാൻ, അരിഷ്ടനേമി, ഭൃഗു, അംഗരിസ്, പരാശരൻ, വിശ്വാമിത്രൻ, പരശുരാമൻ,
ഉദധ്യൻ, ഇന്ദ്രപ്രഥമൻ, മേധാതിഥി, ദേവലൻ തുടങ്ങിയ, അതുപോലെ ഭരദ്വാജൻ, ഗൗതമൻ, പിപ്പിലാദൻ, മൈത്രേയൻ, കവഷൻ, അഗസ്ത്യൻ, വ്യാസൻ, നാരദൻ മുതലായവരും മറ്റസംഖ്യം ദേവർഷിമാർ, ബ്രഹ്മർഷിമാർ, രാജർഷിമാർ ഇവരെല്ലാവരും പരീക്ഷിത്തിനെ അനുഗ്രഹിക്കാനായി ഗംഗാതീരത്തേക്ക് എത്തി. ആ മഹർഷിമാരെ എല്ലാം പരീക്ഷിത്ത് ദണ്ഡ നമസ്കാരം ചെയ്ത് പൂജിച്ച് സ്വീകരിച്ചു. മഹർഷിമാരെല്ലാം ഗംഗാതീരത്ത് പരീക്ഷത്തിന് അഭിമുഖമായിരുന്നു. അവരെ വീണ്ടും നമസ്കരിച്ച് തൊഴുകൈയോടു കൂടിയവനും ശുദ്ധനുമായി തീർന്ന ആ മനസ്സോടുകൂടിയ പരീക്ഷിത്ത് അവരുടെ മുൻപിൽ വിനയത്തോടെ ഇരുന്ന് താൻ ചെയ്യാൻ ഉദ്ദേശിച്ചതിനെ അവരെ അറിയിച്ചുകൊണ്ട് പറയുകയാണ്: മഹാത്മാക്കളായ ഋഷികളെ, നിങ്ങളുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായി തീർന്ന ഞാൻ ധന്യനാണ്. എന്നെപ്പോലെ നീചകർമ്മം ചെയ്യുന്ന രാജാക്കന്മാരെ സജ്ജനങ്ങൾ ദൂരത്തിൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. അങ്ങനെ എന്നെ കൈയൊഴിയാതെ നിങ്ങളെല്ലാം അനുഗ്രഹിക്കാനായി ഇവിടെ വന്നു ചേർന്നതോടെ ഞാൻ ഭാഗ്യവാനാണെന്ന് തീർച്ചയായി. എന്നെപ്പോലെയുള്ള മോശം കർമ്മങ്ങൾ ചെയ്യുന്നവരെ എല്ലാവരും ദൂരത്തേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും ഒന്നടങ്കം, ദേവർഷിയായ നാരദ മഹർഷി പോലും ആ സഭയിൽ വന്ന് എന്നെ അങ്ങ് ഉൾപ്പെടെ എല്ലാവരും അനുഗ്രഹിക്കുവാനായി വന്നതിൽ ഞാൻ വളരെ പുണ്യവാനാണ് എന്നെനിക്ക് തീർച്ചയായി. ഗൃഹത്തിലും രാജ്യകാര്യങ്ങളിലും മുഴുകിക്കഴിയുന്ന എനിക്ക് വൈരാഗ്യമുണ്ടാവാനായിട്ടാണ് ഈ ബ്രാഹ്മണ ശാപം വന്നുപെട്ടത്. നമ്മൾ പ്രത്യേകം അദ്ദേഹത്തിന്റെ ഈ ചിന്ത പ്രത്യേകം ഓർക്കേണ്ടതാണ്. നമ്മൾക്ക് എന്തെങ്കിലും ദോഷകർമ്മങ്ങളോ അങ്ങനെയുള്ള വിഷമങ്ങളോ വരുമ്പോൾ നാം അതിനെ ചൊല്ലി വിഷമിക്കുകയും ഭഗവാനോട് പരാതി പറയുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന്. എന്നാൽ ഇവിടെയാകട്ടെ ഇത്രയും വലിയ 7 ദിവസത്തിനുള്ളിൽ മരണമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ശാപം കിട്ടിയത് അറിഞ്ഞപ്പോൾ അദ്ദേഹം പരീക്ഷിച്ച് പറയുന്നത് എന്താണ്? എനിക്ക് ഈ ദിവസങ്ങളിൽ ഇത്രയും ഈ 7 ദിവസത്തിനുള്ളിൽ അത് എനിക്ക് ജീവിതത്തിൽ നിന്ന് വൈരാഗ്യമുണ്ടായി, വിരക്തിയുണ്ടായി, ഭഗവാനിലേക്ക് ലയിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതാണ് എന്ത് സംഭവിച്ചാലും അതിനെ പോസിറ്റീവായിട്ട് കാണണമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഗംഗാദേവിയും ബ്രാഹ്മണരായ നിങ്ങളും ഞാൻ ഭഗവാനെ ആശ്രയിച്ചവനാണെന്ന് സദയം ബോധിക്കുമാറാകണം. ഭഗവാന്റെ കാരുണ്യമാണ് എനിക്ക് ഈ ശാപം കിട്ടിയത് തന്നെ. ബ്രാഹ്മണ ശാപപ്രേരണയാൽ വഞ്ചകനായ തക്ഷകൻ എന്നെ കടിച്ചുകൊള്ളട്ടെ. അപ്പോൾ ബ്രാഹ്മണന്റെ ആ ശാപത്തിന്റെ പ്രേരണ കൊണ്ട് വഞ്ചിക്കപ്പെട്ട തക്ഷകൻ എന്നെ കടിച്ചുകൊള്ളട്ടെ. നിങ്ങൾ ഭഗവത് കഥകൾ കീർത്തിച്ചു തന്ന് എന്നെ ശുദ്ധനാക്കി തീർത്താലും എനിക്കിനി ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. ജന്മാന്തരങ്ങളിലും എനിക്ക് ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവണം. ഭഗവത് ഭക്തന്മാരോടുള്ള സത്സംഗം സാധിക്കണം. എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപേണ കണ്ട് സ്നേഹിക്കുമാറായി തീരണം. അതിന് നിങ്ങൾ എന്നെ സദയം അനുഗ്രഹിക്കണേ. എല്ലാ മുനിമാരെയും ഞാനിതാ നമസ്കരിക്കുന്നു. ഇങ്ങനെ സർവചരാചരങ്ങളിലും ആത്മസ്വരൂപത്തെ കണ്ട് എല്ലാറ്റിനെയും സ്നേഹിക്കുന്ന ആളായിരുന്നു ശുഖബ്രഹ്മർഷി, വേദവ്യാസ ഭഗവാന്റെ മകൻ. അത് ഞാൻ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നു. മകനെ നീ പോവുകയാണോ എന്ന് വ്യാസഭഗവാൻ ചോദിച്ചപ്പോൾ ആ മകനെ എന്നുള്ള വിളിക്ക് മറുപടി കൊടുത്തത് വൃക്ഷങ്ങളായിരുന്നു. കാരണം എല്ലാ ജീവജാലങ്ങളിലും ഞാൻ തന്നെയാണെന്നുള്ള ബോധം ആ ചെറിയ കുട്ടിക്ക്, ശുഖബ്രഹ്മർഷിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പരീക്ഷിത് തീരുമാനിച്ച് ഉറച്ച് രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച് ഗംഗയുടെ തെക്കേക്കരയിൽ കിഴക്കോട്ട് തലയാക്കി വിരിച്ച ദർഭയിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നു. കിഴക്കോട്ട് തലയാക്കി ദർഭ വിരിച്ചിട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്നു. ഇങ്ങനെ പ്രായോപവേശം ചെയ്ത അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ആകാശത്തിൽ ദേവവാദ്യങ്ങൾ മുഴങ്ങി.
അവിടെ വന്നു ചേർന്നവരായ മഹർഷിമാർ പരീക്ഷിത്തിന്റെ തീരുമാനത്തെ ശ്ലാഘിച്ചു. ജനങ്ങളെ അനുഗ്രഹിക്കുന്ന സ്വഭാവത്തോടു കൂടി അവർ പറഞ്ഞു, അവിടെ വന്നു ചേർന്ന ദേവന്മാരും മഹർഷിമാരും എല്ലാവരും, രാജർഷി വര്യനായ പരീക്ഷിത്തെ, ശ്രീകൃഷ്ണനെ സർവാത്മന ആശ്രയിച്ചവനും പാണ്ഡവ വംശത്തിൽ വന്നു പിറന്നവനുമായ അങ്ങയുടെ തീരുമാനം അഭിനന്ദനീയം തന്നെ. ശ്രീകൃഷ്ണൻ അന്തർദാനം ചെയ്ത വിവരമറിഞ്ഞ ആ നിമിഷത്തിൽ പാണ്ഡവർ രാജസിംഹാസനത്തെ ഉപേക്ഷിച്ച് ഭഗവത് പ്രാപ്തിക്കായി കാട്ടിലേക്ക് പോയില്ലേ? അവരുടെ പൗത്രനല്ലേ അങ്ങ്? അതിനാൽ അങ്ങയ്ക്ക് ബ്രാഹ്മണ ശാപ വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങനെ വൈരാഗ്യമുണ്ടായതിലും ഭഗവത് പ്രാപ്തിയിൽ ദൃഢമായ ആഗ്രഹമുണ്ടായതിലും ഒട്ടും ആശ്ചര്യമില്ല. പിന്നീട് ഋഷിമാർ തമ്മിൽ പറയുകയാണ്, പരമഭക്തനായ ഈ രാജാവ് ഇന്നേക്ക് 7-ാം ദിവസം ശരീരമുപേക്ഷിച്ച് പരമപദത്തെ പ്രാപിച്ച് മുക്തനായിത്തീരും. അതുവരെ നമുക്ക് ഈ ഗംഗാതീരത്ത് തന്നെ ഇരിക്കാം. മഹർഷിമാർ പറഞ്ഞ മാധുര്യം ഊറുന്ന ആ വാക്കുകൾ ഗൗരവം കലർന്നവയും നിഷ്കപടവുമാണ് എന്ന് ആർക്കു മനസ്സിലായി? പരീക്ഷത്തിന് മനസ്സിലായി. അത് കേട്ട് സന്തോഷിച്ച് അവരെ വണങ്ങിക്കൊണ്ട് പരീക്ഷിത്ത് ഭഗവത് കഥകളെ കേൾക്കുവാനുള്ള ആഗ്രഹത്തോടെ പറയുകയാണ്, ബ്രഹ്മലോകത്തിൽ വേദങ്ങൾ സ്വരൂപം സ്വീകരിച്ച് സഞ്ചരിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ബ്രഹ്മദേവന്റെ ലോകത്തിൽ, സത്യലോകത്തിൽ വേദങ്ങൾ സ്വരൂപം സ്വീകരിച്ച് സഞ്ചരിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ വേദജ്ഞാനം സ്വരൂപം സ്വീകരിച്ചവരാണ് മഹർഷിമാരായ നിങ്ങളെല്ലാവരും. മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്ന സ്വഭാവമല്ലാതെ നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ഒന്നും നേടേണ്ടതായിട്ടൊന്നുമില്ല എന്നും എനിക്കറിയാം. എന്നെ അനുഗ്രഹിക്കാൻ മാത്രമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതെന്നും എനിക്ക് ബോധ്യമായിരിക്കുന്നു. മരിക്കുന്ന ആൾ സർവാത്മന അനുഷ്ഠിക്കേണ്ട കൃത്യമെന്തെന്ന് നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് എനിക്ക് പറഞ്ഞു തരുവാൻ ദയയുണ്ടാകണം. പരീക്ഷത്തിന്റെ ചോദ്യത്തിന് മഹർഷിമാർ മറുപടി പറയുകയാണ്. അതിനു മുൻപായി വ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി യാദൃശ്ചികമായി അവിടേക്ക് കടന്നു വന്നു. യാതൊന്നിലും താല്പര്യമില്ലാത്തവനും സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ലക്ഷണങ്ങളോട് കൂടിയവനും ആത്മാലാഭം കൊണ്ട് സന്തുഷ്ടനും എപ്പോഴും ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നവനുമായിരുന്നു ശ്രീശുക ബ്രഹ്മർഷി. അദ്ദേഹം ബ്രഹ്മത്തെ അനുഭവിക്കുന്ന ആത്മാരാമനാണ്, ആത്മാലാഭം കൊണ്ട് സന്തുഷ്ടനാണ്. എങ്കിലും സാധാരണ മനുഷ്യർ അദ്ദേഹത്തെ ഒരു ബുദ്ധിശൂന്യൻ എന്ന്, അല്ലെ മഠയനോ വിഡ്ഢി എന്നൊക്കെ കരുതിയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും ആ പ്രപഞ്ചനാഥനായ ബ്രഹ്മത്തെ അനുഭവിക്കുന്ന ആ സന്തോഷവും ഒന്നും അദ്ദേഹത്തിന്റെ പുറമേയുള്ള ഭാവരൂപഭാവാദികളിലില്ലായിരുന്നു. എപ്പോഴും ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. എന്നും 16 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു ശുകബ്രഹ്മർഷിക്ക്. സുന്ദരങ്ങളായ ശരീരാവയവങ്ങളാണ്, നീണ്ട സുന്ദരമായ കണ്ണുകൾ, വളഞ്ഞ പുരികക്കുടികൾ, ഭംഗിയുള്ള മുഖം, ശംഖുപോലെ ഉള്ള അഴകുള്ള കഴുത്ത്, വിസ്തീർണമായ മാറിടം, ഒതുങ്ങിയ അരക്കെട്ട്. ശരീര അഭിമാനമില്ലാത്തതിനാൽ വസ്ത്രങ്ങൾ ധരിക്കാതെ ദിഗംബരനായി സഞ്ചരിക്കുന്നവനായിരുന്നു ശ്രീശുകൻ. മുട്ടുവരെ നീണ്ടുകിടക്കുന്ന കൈകൾ, അവധൂതന്റെ വേഷം, അഴിഞ്ഞു പാറിപ്പറന്നു കിടക്കുന്ന ചുരുണ്ട തലമുടി, വളരെ ശ്യാമളമായ വർണ്ണം, ആകർഷകമായ പുഞ്ചിരി. ഈ വേഷം കണ്ട് ഭ്രാന്തനോ എന്ന് സംശയിച്ച് ചില സ്ത്രീകളും കുട്ടികളും പരിഹസിച്ചുകൊണ്ട് പിന്നാലെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ അവിടെ എത്തിച്ചേർന്ന ശ്രീശുക ബ്രഹ്മർഷിയെ ലക്ഷണങ്ങളെ കൊണ്ട് തിരിച്ചറിഞ്ഞ മഹർഷിമാർ എഴുന്നേറ്റ് ബഹുമാനിച്ചു. തന്റെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതിഥിയെ, ശ്രീശുക ബ്രഹ്മർഷിയെ പരീക്ഷിത്ത് നമസ്കരിച്ചു, സ്വാഗതം പറഞ്ഞു, സ്വീകരിച്ചു. രാജാവ് നമസ്കരിച്ചു ബഹുമാനിക്കുന്നത് കണ്ടപ്പോൾ പരിഹസിച്ചുകൊണ്ട് ശുകനെ അനുഗമിക്കുന്ന
സ്ത്രീകളും കുട്ടികളും ഭയപ്പെട്ട് അകന്നുപോയി. കാരണം തങ്ങളുടെ രാജാവ് ദണ്ഡനമസ്കാരം ചെയ്ത് ആ താങ്കൾ കളിയാക്കിയ ആളെ ബഹുമാനിക്കുകയാണ്. പരീക്ഷിത്ത് നൽകിയ ശ്രേഷ്ഠമായ ഒരു പീഠത്തിൽ ശ്രീശുക ബ്രഹ്മർഷി ഇരുന്നു. ബ്രഹ്മർഷിമാർ, ദേവർഷിമാർ, രാജർഷിമാർ ഇവരാൽ ചുറ്റപ്പെട്ട അദ്ദേഹം, ബ്രഹ്മർഷിമാരുണ്ട്, ദേവർഷിമാരുണ്ട്, രാജർഷിമാരുണ്ട്. രാജർഷിമാർ എന്ന് വെച്ചാൽ രാജകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മഹർഷീശ്വരന്മാരായിട്ടുള്ളവർ. ദേവന്മാരിൽ ദേവലോകത്തെ മഹർഷിമാരാണ് ദേവർഷികൾ. ബ്രഹ്മജ്ഞാനം നേടിയവരാണ് ബ്രഹ്മർഷികൾ. ഇവരെല്ലാവരും ചുറ്റപ്പെട്ട അദ്ദേഹം നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രനെ പോലെ പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയോട് പറയുകയാണ്, അല്ലയോ ബ്രഹ്മർഷി, കാരുണ്യത്തോടെ അങ്ങ് അതിഥിയായി വന്ന് അനുഗ്രഹിച്ചതിനാൽ ഞാൻ സജ്ജനങ്ങൾക്ക് സ്വീകാര്യനായി ഭവിച്ചിരിക്കുന്നു ഭഗവാനെ. അങ്ങയെ നമസ്കരിച്ചാൽ തന്നെ ഗൃഹസ്ഥ ജീവിതം ശുദ്ധമായി തീരും. ആ സ്ഥിതിക്ക് അങ്ങയെ കാണാനും പാദസ്പർശം ചെയ്യുവാനും കാൽ കഴുകിക്കുവാനും ആ പാദതീർത്ഥം ശിരസിൽ ധരിക്കുവാനും പീഠം തന്ന് സൽക്കരിക്കുവാനും കഴിഞ്ഞ ഞാൻ പരിശുദ്ധനായി തീർന്നിരിക്കുന്നു മഹർഷി എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? മഹായോഗിയായ അവിടുത്തെ സാന്നിധ്യത്തിൽ തന്നെ എൻ്റെ എല്ലാ പാപങ്ങളും നശിക്കുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പാണ്ഡവർക്ക് പ്രിയപ്പെട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നോട് സന്തോഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സഞ്ചരിക്കുന്നവനും ആത്മാനുഭൂതി കൊണ്ട് സിദ്ധനും ഉദാരനുമായ അങ്ങയുടെ ദർശനം മരണമടുത്ത എനിക്ക് ഇങ്ങനെ ലഭിക്കുമായിരുന്നോ? അതിനാൽ ജന്മസാഫല്യം സാധിച്ചവനും യോഗികളുടെ പരമഗുരുവുമായ അങ്ങയോട് മരിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതായത് മരണമടുത്തിരിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. മരണമടുത്തവൻ കേൾക്കേണ്ടതും ജപിക്കേണ്ടതും സ്മരിക്കേണ്ടതും ഭജിക്കേണ്ടതും ആരെയാണ്? അങ്ങ് ഗൃഹസ്ഥന്മാരുടെ ഗൃഹങ്ങളിൽ ഒരു പശുവിനെ കറക്കുന്നതിനെടുക്കുന്ന അല്പനേരം മാത്രമേ നിൽക്കാറുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങ് ഗൃഹസ്ഥാശ്രമികളുടെ ഭവനങ്ങളിൽ ഒരു പശുവിനെ കറന്നെടുക്കുന്ന സമയത്തിന് അത്രയുമേ എവിടെയും ഈ ശ്രീശുക ബ്രഹ്മർഷി നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള അങ്ങ് എൻ്റെ അടുക്ക വന്നതിനെക്കുറിച്ചാണ് പരീക്ഷിത്ത് പറയുന്നത്. മരണാസന്നരായ എന്നുവെച്ചാൽ മരണത്തെ കാത്തു കിടക്കുന്ന എന്ന് മാത്രമല്ല, മരണം കാത്തിരിക്കുന്ന എല്ലാ മനുഷ്യരും, അതായത് മരിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്, ആരെയാണോ സ്മരിക്കേണ്ടത്, ആരെയാണോ ജപിക്കേണ്ടത്, സ്മരിക്കേണ്ടത്, ആരെ കുറിച്ചാണ് നിരന്തരം ധ്യാനിക്കേണ്ടത്, ഇതൊക്കെ ചോദിക്കുകയാണ്. ഇത് നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ചോദ്യമാണ് പരീക്ഷിച്ച് ചോദിക്കുന്നത്. ആ തത്വമാണതിൽ ഉൾക്കൊള്ളുന്നത്. ഏത് തത്വം? മരിക്കുവാനിരിക്കുന്ന മനുഷ്യർ ജനിക്കുന്ന ദിവസം മുതൽ ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഓരോ ജന്മദിനം നാം പിറകേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുമ്പോഴും മരണത്തിലേക്കുള്ള വഴി ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. ജനനവും മരണവും ഒന്നിച്ചു ചേർന്നിരിക്കുന്നതാണ് മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ നമ്മൾ പക്ഷേ സൗകര്യപൂർവ്വം ജനിച്ചതിന് ശേഷം മരണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നു, അല്ലെ മറന്നു പോകുന്നു. സത്യത്തിൽ എന്താണ്? പ്രാപഞ്ചിക സത്യമല്ലേ, ജനിക്കുന്നവൻ ഒരു ദിവസം മരിക്കും. ചിലപ്പോൾ നേരത്തെ, ചിലപ്പോൾ താമസിച്ച്. ഓർക്കാപ്പുറത്ത് കടന്നു വന്ന് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അതിഥിയാണ് മരണം. ആ മരിക്കാൻ ഇരിക്കുന്ന മരണം മാത്രം അവസാനം സത്യമായിട്ടുള്ള ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നത്. അതാണ്, അങ്ങ് അല്പനേരം മാത്രമേ എല്ലായിടവും നിൽക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. അതാണ് ഞാൻ അങ്ങയോട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് മൃദുവായ വാക്കുകളോടെ ഇപ്രകാരം ചോദിച്ചപ്പോൾ ധർമ്മത്തെ അറിയുന്ന ശ്രീശുക ബ്രഹ്മർഷി മറുപടി പറയാൻ ആരംഭിച്ചു. അതാണ് നമ്മുടെ ഭാഗവതം.
ആ ശ്രീശുകനാൽ കേൾക്കപ്പെട്ട ഭാഗവതം ഭഗവൽ കഥാമൃതം ആ മരണത്തോട് എന്നുവെച്ചാൽ ദിവസം എണ്ണി ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്നത് എന്താണ്? ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, വ്യാകുലതയോടെ ജീവിതത്തിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, മരണത്തെ മാത്രം കാത്തിരിക്കുക. ഇനി ഞാൻ മരിക്കാൻ പോകുന്നു എന്നുള്ള ആ സത്യം അറിയുമ്പോൾ മരണം എപ്പോഴാണ് കടന്നു വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ സ്വത്തുക്കൾ, എൻ്റെ രാജ്യം, പദവി, സാധാരണ മനുഷ്യനെ പോലെയാണോ പരീക്ഷിത്ത്? എത്രയോ അശ്വമേധ യാഗങ്ങൾ നടത്തി സൽകീർത്തി നേടി ചക്രവർത്തി പദവി ഭൂമി മുഴുവൻ സ്വന്തമാക്കി ഇരിക്കുന്ന ആ മഹാനുഭാവൻ എന്തുമാത്രം ഭൂമിയിലെ ജനങ്ങളുമായി പ്രജകളുമായി മറ്റ് ധാരാളം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്നത് പോലെയാണോ ഒരു ചക്രവർത്തി, സർവഭൗമനായ ഒരു ചക്രവർത്തി പടിയിറങ്ങുന്നത്? എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അദ്ദേഹം എങ്ങനെയാണ് ഇനിയുള്ള ദിവസം ഏറ്റവും ഉചിതമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അദ്ദേഹം ശ്രീ ശുക ബ്രഹ്മർഷിയോടും അവിടെ കൂടിയിരുന്ന എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രീ ശുകൻ അവിടേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വന്ന ശ്രീ ശുകന്റെ വാക്കുകളിലൂടെയാണ് സൂത പൗരാണികനും ആ സദസ്സിൽ, ആ ഗംഗാതീരത്ത് നടന്ന ആ യജ്ഞത്തിൽ, ആ പ്രായോപവേശം എന്ന ആ കർമ്മത്തിന് സാക്ഷിയാകാനുണ്ടായിരുന്നു. ആ സൂതനിൽ നിന്നാണ് ശൗനകാദി മഹർഷികൾ ഭാഗവതം കേട്ടതും പഠിച്ചതുമെല്ലാം. ആദ്യമായി ഭാഗവതം ആരുടെ മനസ്സിൽ വിരിഞ്ഞതായിരുന്നു? വേദവ്യാസ ഭഗവാൻ ധ്യാനനിരതനായിരുന്ന് അത് ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത് കാരണം അത് ഏറ്റവും പ്രശസ്തവും ഏറ്റവും ഗുണമുള്ളതും എല്ലാ മനുഷ്യർക്കും പ്രയോജനപ്രദവും ഭക്തിയെ വർദ്ധിപ്പിക്കുവാനും കാരണമായി. അത് തൻ്റെ മകനായ ശുകബ്രഹ്മർഷി ജനിച്ച് തിരിച്ചറിവാകുന്നതിന് മുൻപ് തന്നെ ബ്രഹ്മജ്ഞാനം ലഭിച്ച ആളാണ്. അപ്പോൾ ഇനിയൊരു പുരാണമോ ഇതിഹാസമോ ഏതെങ്കിലും മന്ത്രമോ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യേണ്ട കാര്യമില്ല ഈശ്വരനെ അനുഭവിക്കുവാൻ. എന്നിട്ടും ആ ശുകബ്രഹ്മർഷിക്ക് വേദവ്യാസ മഹർഷി ലോക നന്മയ്ക്കു വേണ്ടി, ലോകഹിതാർത്ഥം ഭാഗവതം ഉപദേശിച്ചു കൊടുത്തതാണ്. അതാണ് ഇവിടെ പരീക്ഷത്തിന് ശുകൻ ഉപദേശിച്ചു കൊടുക്കുവാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രഥമസ്കന്ധം സൂത ശൗനക സംവാദം മുതൽ പരീക്ഷത്തിൻ്റെ ശാപവും പ്രായോപവേശവും ഒക്കെ അടങ്ങുന്ന ഭാഗമാണ്. അടുത്തത് ദ്വിതീയ സ്കന്ധമാണ്. അത് നമുക്ക് അടുത്ത ദിവസം വിവരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഭാഗവതം ഭക്തിയിലേക്ക് എത്തുവാനുള്ള ഒരു സാധനയാണ്. ഭഗവാനെ അനുഭവിക്കുവാനുള്ള, ഇതുവരെയും ഭഗവാനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ, കഴിയാതിരുന്നവർ എല്ലാവരും ഭാഗവതത്തിൻ്റെ ഭാഗമാകുക. ഭാഗവതം നിത്യേന പാരായണം ചെയ്യുന്നതും അതിലെ തത്വങ്ങളും കഥകളും ഒക്കെ കേൾക്കുന്നതും ഭഗവത് സംഘങ്ങളിൽ ഏർപ്പെടുന്നതും എല്ലാം ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റെടുക്കേണ്ട കർമ്മങ്ങൾ തന്നെയാണ്. ഭഗവാനാണ് ആത്യന്തികമായി ഈ പ്രപഞ്ചനാഥൻ, എല്ലാവരുടെയും നാഥൻ. നാം നാഥനാണെന്ന് കരുതുന്നവരുടെയും നാഥൻ ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാനെയാണ് നാം നിരന്തരം സ്മരിക്കേണ്ടത്. മരണത്തിലേക്ക് നടന്നെടുക്കുന്ന എല്ലാ മനുഷ്യനും സ്ഥിരമായി ശാശ്വതമായി സ്മരിക്കേണ്ട ഏക വ്യക്തി ഭഗവാനാണ്. ആ ഭഗവാന്റെ പത്മപാദങ്ങളിൽ സർവകർമ്മവും സമർപ്പിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.